കാവ്യയുടെ വസ്ത്രത്തെക്കുറിച്ചും കാവ്യയുടെ ഭംഗിയെക്കുറിച്ചുമുള്ള വാർത്തകളാണ് ഇന്നലെ മുതൽ പുറത്തു വരുന്നത്. കാരണം ഇന്നലെയായിരുന്നു മലയാളത്തിലെ പ്രിയ നടൻ ജയറാമിൻ്റെയും പ്രിയപ്പെട്ട നടി പാർവതിയുടെയും മകൾ മാളവിക ജയറാമിൻ്റെ വിവാഹം. മാളവികയുടെ വിവാഹത്തിനെത്തിയ താരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും സുന്ദരിയായി പ്രേക്ഷകരുടെ മുന്നിലെത്തിയത് നടി കാവ്യയാണെന്ന് തന്നെ പറയാം. എന്നാൽ കാവ്യ ഇന്നലെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് ഒരുങ്ങിയത്. അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് പുറത്തു വരുന്നത്. കാവ്യയ്ക്ക് ഒരുങ്ങാൻ അധികം ആരുടെയും സഹായം വേണ്ടി വന്നില്ല. സ്വന്തമായി തന്നെയാണ് കാവ്യ മേക്കപ്പ് എല്ലാം ചെയ്തത്. അതും കാവ്യയ്ക്ക് ഒറ്റപ്പെട്ടു പോയതിൻ്റെ അവസ്ഥയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പല സമയത്തും കാവ്യ ഒറ്റയ്ക്ക് നടക്കുന്നതാണ് കണ്ടത്. മീനാക്ഷിയും ബാക്കിയുള്ളവരുമൊക്കെ ഫ്രണ്ടിൽ നടക്കുമ്പോൾ കാവ്യ പുറകിൽ മാറി നടക്കുകയായിരുന്നു. ഇന്നലെ വണ്ടി വിട്ട് ഇറങ്ങിയ സമയം മുതൽ തന്നെ, അതായത് ഇവരുടെ തൃശ്ശൂരുള്ള ഓഡിറ്റോറിയത്തിൽ എത്തുന്ന സമയം മുതൽ തന്നെ കാവ്യ ഒറ്റയ്ക്കാണ് നടന്നത്. അതെല്ലാവരും ശ്രദ്ധിച്ചു. ഇത് ശ്രദ്ധിച്ചവർക്ക് തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. കാവ്യ ഇപ്പോൾ ഒറ്റയ്ക്കായോ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നു. സിനിമയിലൊന്നും അഭിനയിക്കാത്തത് കൊണ്ട് ആരും മൈൻഡ് ചെയ്യാത്തതുപോലെ തോന്നുന്നുണ്ടാകുമോ എന്നൊക്കെയാണ് നിരവധി പേരുടെ സംശയം. കാരണം ഇന്നലെ മാളവികയുടെ വിവാഹത്തിന് കുടുംബസമേതം ദിലീപ് എത്തിയപ്പോൾ എല്ലാവരും ദിലീപിനെയും മക്കളെയും ശ്രദ്ധിച്ചു. പുറകെ വന്ന കാവ്യ ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം. മാമാട്ടി മീനാക്ഷി ഇറങ്ങിയപ്പോൾ തന്നെ ക്യാമറ കണ്ണുകൾ അവരെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നാലെ വന്ന കാവ്യയെ ആരും ശ്രദ്ധിച്ചില്ല. ക്യാമറകൾ കാരണം തട്ടിയിട്ടും മുട്ടിയിട്ടും കാവ്യയ്ക്ക് നടക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. അത്ര സ്ഥലം പോലും ഇല്ലായിരുന്നു. എല്ലാവരും മീനാക്ഷിയുടെയും മാമാട്ടിയുടെയും ഒപ്പം ദിലീപിൻ്റെയും പുറകെയായിരുന്നു. കാവ്യ ആരും ശ്രദ്ധിച്ചില്ല എന്നതാണ് എല്ലാവരും എടുത്തു പറയുന്ന കാര്യം. അതുപോലെ തന്നെയാണ് പിന്നീട് നടക്കുന്ന സമയത്തൊക്കെ തന്നെയും ദിലീപിൻ്റെ കൂടെയായിരുന്നു മാമാട്ടി, മീനാക്ഷിയും അവിടെയുള്ള സുഹൃത്തുക്കളോടൊപ്പം. എന്നാൽ കാവ്യ അവിടെ ഒറ്റയ്ക്കായിരുന്നു എന്നും രാധികയോടൊപ്പം നിൽക്കുന്നത് കണ്ടുവെങ്കിലും പലപ്പോഴും കാവ്യ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയെന്നൊക്കെ പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. കാവ്യയുടെ ഭംഗിയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാവ്യ അല്പം വണ്ണം വെച്ചു. ഇടയ്ക്ക് മെലിഞ്ഞതാണ്. വർക്കൗട്ട് ചെയ്യുകയും ഡയറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് മെലിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും കാവ്യ വണ്ണം വെച്ചിരിക്കുകയാണ്. കാവ്യ എപ്പോഴും വണ്ണമുള്ള ഒരു പ്രകൃതമാണ്. ശാലീന സൗന്ദര്യത്തിന് മലയാളികളുടെ പര്യായമാണ് കാവ്യ മാധവൻ. എപ്പോഴും കാവ്യ പോലെയുണ്ട് നീ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കുട്ടിയെന്നും ശാലീന സൗന്ദര്യമുള്ള നാടൻ പെൺകുട്ടിയാണെന്നുമൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കാവ്യ ഒറ്റപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നിയെന്നും അങ്ങനെ തോന്നാൻ പാടില്ല എന്നും കാവ്യയ്ക്ക് എല്ലാവരും ഉണ്ടെന്ന് തന്നെ കരുതുക എന്നും കാവ്യയോട് തന്നെ നിരവധി പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും കാവ്യയോടൊപ്പം തന്നെ പ്രേക്ഷകർ നിൽക്കുന്നുണ്ട് എന്നും അവരുടെ ആരാധകർ തന്നെ പറയുന്നു. വളരെയേറെ നാളുകളായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ലാതെ നിന്ന് പെട്ടെന്നായിരുന്നു കാവ്യയ്ക്ക് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വന്നത്. തന്റെ ലക്ഷ്യ എന്ന ബൊട്ടീക്കിന് വേണ്ടിയാണ് കാവ്യ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയതെന്നാണ് ആരാധകർ പറയുന്നത്. അതിൽ അത്തരം കാര്യങ്ങൾ മാത്രം ചെന്നെയാണ് പോസ്റ്റ് ചെയ്യാറുള്ളതും. ലക്ഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഡ്രസ്സുകളും തയ്പ്പിച്ച കാര്യങ്ങളുമൊക്കെയാണ് എപ്പോഴും ഒരു പബ്ലിസിറ്റിയും പ്രൊമോഷനും പോലെ കാവ്യ തന്റെ ബൊട്ടീക്കിനെ കുറിച്ച് ആ അക്കൗണ്ടിലൂടെ പറയാറുള്ളത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.